തിരുവനന്തപുരവും തൃശ്ശൂരും വടകരയും കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കടുത്ത മത്സരം നടക്കുന്ന അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന ഒരു മണ്ഡലം കൊല്ലമാണ്. കൊല്ലത്ത് സിറ്റിംഗ് എം പിയും RSP നേതാവുമായിട്ടുള്ള NK പ്രേമേന്ദ്രൻ തുടർച്ചയായി 3-ാം തവണയും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. RSPയുടെ ഏക സ്ഥാനാർത്ഥിയാണ് പ്രേമേന്ദ്രൻ. അവിടെ കഴിഞ്ഞ 2 തവണയും പ്രേമേന്ദ്രനോട് ഏറ്റുമുട്ടി പരാജയപ്പെട്ട മാർക്സിസ്റ്റ് പാർട്ടി അതിശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ കണ്ടുപിടിച്ച് പ്രേമേന്ദ്രൻ്റെ കഥ കഴിക്കാൻ തീരുമാനിച്ചു. അവർ പല രീതിയിൽ ആലോചിച്ചു, നെടുകയും കുറുകയും കോണോട് കോണായിട്ടും ആലോചിച്ചു. അവസാനം നല്ലൊരു സ്ഥാനാർത്ഥിയെ കണ്ടുകിട്ടി. അത് കൊല്ലം MLAയും പ്രമുഖ സിനിമാ നടനുമായ മുകേഷാണ്. മുകേഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. മുകേഷ് മാധവൻ എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം. മുകേഷ് മാധവൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് O മാധവൻ പ്രമുഖ നാടക നടനായിരുന്നു, വലിയ കലാകാരനായിരുന്നു, സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട്. കാളിദാസ കലാകേന്ദ്രം എന്ന നാടക സംഘത്തിൻ്റെ ഉടമസ്ഥനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി വിജയകുമാരി, അത് മുകേഷിൻ്റെ അമ്മ, അവരൊരു കലാകാരിയായിരുന്നു. ആ 2 സഹോദരിമാരും നാടകരംഗത്തൊക്കെ ശക്തമായിട്ട് പ്രവർത്തിച്ചവരാണ്. അങ്ങനെ ഒരു കലാകുടുംബത്തിലെ അംഗമാണ് മുകേഷ്. അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ സരിതയും വലിയ സിനിമാ നടിയായിരുന്നു. 2ാം ഭാര്യ മേതിൽ ദേവികയും ഒരു നർത്തകിയായിരുന്നു. അങ്ങനെ ഒരു കലാകുടുംബത്തിൽ നിന്ന് രാഷ്ട്രീയത്തിൽ കാലുവെച്ച ഒരു കലാകാരനാണ് മുകേഷ്. അദ്ദേഹം PK ഗുരുദാസിനെ മാറ്റിയിട്ടാണ് മുകേഷിനെ ആദ്യമായിട്ട് പിണറായി വിജയൻ കൊല്ലത്ത് അവതരിപ്പിച്ചത്. അന്ന് കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ പല സഖാക്കൾക്കും അതിൽ വലിയ കുണ്ഠിതമുണ്ടായിരുന്നു. ഗുരുദാസിനെ പോലെ ഇത്രയും നിസ്വാർത്ഥമായ രാഷ്ട്രീയ ജീവിതം നയിച്ച ഒരാളെ വെറുതെ കറിവേപ്പില പോലെ എടുത്ത് മാറ്റിയിട്ട് അത് 5 കൊല്ലം എക്സൈസ് മാത്രം ഇട്ട് 5 പൈസ പോലും കൈക്കൂലി പഠിക്കാത്തൊരു മനുഷ്യൻ ചുമ്മാതെ എടുത്ത് കളഞ്ഞിട്ട് അവിടെ ഈ മുകേഷ് എന്ന് പറഞ്ഞ ഒരാളെ, അയാൾ CPI കാലുമാറി വന്ന ആളാണ്, അയാളെ മത്സരിപ്പിക്കുന്നത് ശരിയാണോ എന്ന് ഒരാളെങ്കിലും അവിടെ പാർട്ടി കമ്മിറ്റിയിൽ ചോദിച്ചു. സഖാവ് പിണറായി വിജയൻ കോപാകുലനായി ഇരിക്കട അവിടെ എന്ന് പറഞ്ഞ് അയാൾ ഇരുത്തിയെന്നാണ് ഞാൻ കേട്ടത്. ഏതായാലും അതുകൊണ്ട് എല്ലാവരും സംശയം മാറി. അങ്ങനെ മുകേഷ് 2016 ആദ്യം മത്സരിച്ചു, ജയിച്ചു. 2021 വീണ്ടും മത്സരിച്ചു, ഭൂരിപക്ഷം വല്ലാതെ കുറഞ്ഞു, തോൽവിയുടെ വാക്കോളം എത്തിയെങ്കിലും ജയിച്ചു. അങ്ങനെ 2ാം തവണയും MLA ആയിട്ട് തുടരുകയാണ്. അപ്പോഴാണ് ആ പാർലമെൻറ്റ് ഇലക്ഷൻ വരുന്നത്. നല്ല ശക്തനായ ഒരു സ്ഥാനാർത്ഥി വേണമല്ലോ, സ്ഥാനാർത്ഥിയെ കണ്ടെത്തി. അതാണ് മുകേഷ്. ഈ 2014 തെരഞ്ഞെടുപ്പിൽ അപ്പോഴാണ് RSPക്കാർ ഇടതു മുന്നണി വിട്ട് വലതു മുന്നണിയിലേക്ക് പോയത്. വലതു മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് എതിരെ മത്സരിച്ചത് MA ബേബിയാണ്. അത് MA ബേബിക്ക് എതിരെ മത്സരിച്ചാണ് പ്രേമേന്ദ്രൻ. ലക്നാലും ചന്ദ്രാലും ബേബി മാത്രം ജയിക്കുമായിരുന്നു. ആ ബേബിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഉദ്ഘാടനം ചെയ്തത് സാക്ഷാൽ VS അച്യുതാനന്ദനാണ്. അന്ന് പൂഴി വാരിയിട്ട താഴാത്ത അത്ര വലിയ ജനസഞ്ചയമായിരുന്നു. CPIക്കാരും CPMകാരും ആത്മാർത്ഥമായിട്ട് ബേബിക്ക് വേണ്ടി പ്രവർത്തിച്ചു. പ്രത്യേകിച്ച് ഇടതു മുന്നണി വിട്ട് വലതു മുന്നണിയിലേക്ക് പോയ പ്രേമേന്ദ്രൻ എന്ന് പറഞ്ഞ കുലംകുത്തിയെ തോൽപ്പിക്കാൻ അവർ പ്രതിജ്ഞാബദ്ധരുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിണറായി സഖാവ് കൊല്ലത്ത് വന്നിട്ട് ഈ പ്രേമേന്ദ്രനെ പരനാറി എന്ന് വിശേഷിപ്പിച്ചത്. ഒരു സ്ഥലത്തല്ല, 3 സ്ഥലത്ത് അദ്ദേഹം ആവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ ഈ പരാമർശത്തിൽ നിന്ന് പ്രചോദിതരായിട്ട് ചിന്താ ജെറോമിനെ പോലെയുള്ള യുവ സഖാക്കികളും അല്ലെങ്കിൽ സഖാത്തികളും പ്രേമേന്ദ്രനെ കുലംകുത്തി എന്ന് വിളിച്ച് ആക്ഷേപിച്ചു. അല്ല, പരനാറി എന്ന് വിളിച്ച്, കുലംകുത്തി ചന്ദ്രശേഖരനാണ്. പരനാറിയെ പിന്നെ പരനാറി എന്നല്ലാതെ പുണ്യാളച്ച എന്ന് വിളിക്കാൻ പറ്റൂ എന്നൊക്കെ ചോദിച്ച് ചിന്ത നടത്തിയ പ്രസംഗമുണ്ട്. അങ്ങനെ കുറേ പ്രസംഗം കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി വെച്ചാൽ കൊല്ലത്തുകാർ സംഘടിച്ച് എന്നാൽ ശരി ഇയാളെ ജയിപ്പിച്ചിട്ടേ കാര്യമുള്ളൂ എന്ന് വിചാരിച്ച് പുള്ളിയെ ജയിപ്പിച്ചു. അങ്ങനെ ബേബി ഈ പാർലമെൻ്ററി രാഷ്ട്രീയത്തോട് അതുകൂടി വിട പറഞ്ഞു. അങ്ങനെ ഒരു ദുഃഖകരമായ പരിണാമം അതിൻ്റെ അകത്തുണ്ടായി. അടുത്ത തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇയാളെ എങ്ങനെ തോൽപ്പിക്കണം എന്ന് വിചാരിച്ച് അതിശക്തനായ ഒരു നായർ പ്രമാണി കൂടിയായ KN ബാലഗോപാലിനെ രംഗത്തിറക്കി. ബാലഗോപാലൻ ഗംഭീര മത്സരമൊക്കെ സംഘടിപ്പിച്ചു. പക്ഷേ പരാജയം ഭയാനകമായിരുന്നു. ബേബിയേക്കാൾ വലിയ വ്യത്യാസത്തിൽ ബാലഗോപാൽ പരാജയപ്പെട്ടു. 1,60,000 വോട്ടോ മറ്റായിരുന്നു പ്രേമേന്ദ്രൻ്റെ ഭൂരിപക്ഷം. അപ്പോൾ ഇതുകൊണ്ട് ഈ വക കളി കൊണ്ടൊന്നും പ്രേമേന്ദ്രനെ തോൽപ്പിക്കാൻ പറ്റിയില്ല എന്ന് മനസ്സിലായതുകൊണ്ട്, മാത്രമല്ല പ്രേമേന്ദ്രൻ വലിയൊരു പാർലമെൻറ്റേറിയനാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൽ അതിശക്തമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിവുള്ള ഒരു മെമ്പറാണ്. അധീർ രഞ്ജൻ ചൗധരിയാണ് താത്വികമായിട്ട് പ്രതിപക്ഷ നേതാവെങ്കിലും യഥാർത്ഥത്തിലുള്ള പ്രതിപക്ഷ നേതാവ് ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രേമേന്ദ്രനാണ്. കാര്യങ്ങൾ പഠിച്ച് സ്ഫുടതയോടുകൂടി അവതരിപ്പിക്കാൻ കഴിവുള്ള ആളാണ്. ഏറ്റവും മികച്ച പാർലമെൻറ്റേറിയനുള്ള അവാർഡ് ഒന്നില്ലാതെ തവണ കിട്ടിയിട്ടുള്ള ആളാണ്. കഴിഞ്ഞ പാർലമെൻറ്റിൽ, കഴിഞ്ഞ മുമ്പത്തെ പാർലമെൻറ്റിൽ ഏറ്റവും മുഴക്കമുള്ള ശബ്ദങ്ങളിൽ ഒന്നായിരുന്നു പ്രേമേന്ദ്രൻ്റെ. അപ്പോൾ അദ്ദേഹത്തെ കൊല്ലത്ത് പരാജയപ്പെടുത്തണം. ഇന്ത്യൻ പാർലമെൻറ്റിൽ നരേന്ദ്രമോദിക്കെതിരെ ഇത്ര വലിയ ശബ്ദമൊന്നും ഉയരേണ്ട ആവശ്യമില്ല എന്നാണ് CPM തീരുമാനിച്ചിട്ടുള്ളത്. ഇടതുമുന്നണിയുടെ കൂട്ടായ തീരുമാനമാണെന്ന് എനിക്കറിയില്ല. ഏതായാലും CPMൻ്റെ ആഗ്രഹം
അങ്ങനെ മോഡിക്കെതിരെ വളരെ ശക്തമായ ശബ്ദമൊന്നും പാർലമെൻറ്റിൽ കേൾക്കേണ്ടതില്ല എന്നാണ്. അതുകൊണ്ട് അന്വേഷിച്ച് ഒരുപാട് പോയപ്പോഴാണ് മുകേഷിനെ കിട്ടിയത്. കൊള്ളാം, നല്ല സ്ഥാനാർത്ഥിയാണ്. CPM ആദ്യമായിട്ടല്ല സിനിമാ നടന്മാരെ മത്സരിപ്പിക്കുന്നത്. VM സുധീരൻ്റെ അടുത്ത് 2 തവണ തോറ്റപ്പോൾ 3ാമത്തെ തവണ സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിച്ച ഒരു സിനിമാ നടനായിരുന്നു. അത് മുരളി എന്ന് പറഞ്ഞ മരിച്ചുപോയ നടനാണ്. മുരളി നല്ല നടനായിരുന്നു. 96-ൽ സുധീരൻ ആഞ്ചലോസിന് തോപ്പിച്ചു. 98-ൽ സുധീരൻ CS സുജാതയെ തോപ്പിച്ചു. 99-ൽ CPM അന്വേഷിച്ച് കണ്ടെത്തിയ സ്ഥാനാർത്ഥിയാണ് സിനിമാ നടൻ മുരളിയും തോറ്റുപോയി. അങ്ങനെ സുധീരൻ ആലപ്പുഴയിൽ ഹാട്രിക്ക് തികച്ചു. അതുപോലെയാണ് PC ചാക്കോയ്ക്കെതിരായിട്ട് ഇന്നസെൻറ്റിനെ മത്സരിപ്പിച്ചത്. ആ തവണ പക്ഷേ ഇന്നസെൻറ്റ് ജയിച്ചു, PC ചാക്കോ തോറ്റു. ആ മാതൃകയാണ് ഇപ്പോൾ വീണ്ടും ഇവിടെ അനുവർത്തിച്ചിട്ടുള്ളത്. ഏതായാലും ബേബിയെ തോൽപ്പിച്ചു, ബാലഗോപാലിനെ തോൽപ്പിച്ചു. ഇനി മുകേഷിനെ കൂടി ഏറ്റുമുട്ടുന്നു. ഇനി മുകേഷ് ജയിക്കോ ഇല്ലയോ എന്ന് പറയാൻ ഞാൻ ആളല്ല. മുകേഷ് സിനിമാ നടനാണ്, ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു നടനാണ്. പിന്നെ ഇടതുപക്ഷത്തിൻ്റെ ഒരു ലേബലുണ്ട്. അരിവാൾ ചുറ്റിയ നക്ഷത്രമാണ് അദ്ദേഹത്തിൻ്റെ ചിഹ്നം. ഇന്ത്യൻ പാർലമെൻറ്റിൽ ചെന്ന ഇടിമുഴക്കം ഉണ്ടാക്കാൻ പറ്റുമോ, അതോ മിന്നൽ പിണറായി മാറുമോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇനി മഴവില്ല് പോലെ പാർലമെൻറ്റിൻ്റെ മാനത്ത് ഇദ്ദേഹം ഉദിച്ചു ഉയരുമോ എന്നും പറയാൻ പറ്റുകയില്ല. പക്ഷേ പ്രേമേന്ദ്രനെ പോലെ ക്രമപ്രശ്നങ്ങൾ ഉന്നയിക്കാനോ അല്ലെങ്കിൽ ഖണ്ഡനോപക്ഷേപം നടത്താനോ അതുമല്ലെങ്കിൽ പാർലമെൻ്ററി റൂൾസ് ആൻഡ് പ്രൊസീജിയറൊക്കെ പഠിച്ച് ഷക്തറൻ കൗൾ വായിച്ച് സ്പീക്കറെ കുഴപ്പത്തിലാക്കാനോ പ്രധാനമന്ത്രിയെ വരച്ച വരയിൽ നിർത്താനൊന്നും മുകേഷിനെ കൊണ്ട് പറ്റുകയില്ല എന്നുള്ള കാര്യം ലോകപ്രസിദ്ധമാണ്. മുകേഷിൻ്റെ ആരാധകർ പോലും അദ്ദേഹത്തിൻ്റെ പഴയ ഭാര്യമാരടക്കം ഒരാളും ഞാനീ പറഞ്ഞതിനെ എതിർക്കുകയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് കൊല്ലത്തെ പ്രബുദ്ധരായ ജനങ്ങൾ എന്ത് തീരുമാനമെടുക്കും എന്നും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ഏതായാലും നരേന്ദ്രമോദിയും അമിത്ഷായും ആഗ്രഹിക്കുന്നത് പ്രേമേന്ദ്രൻ്റെ പരാജയമാണ്, അഥവാ മുകേഷിൻ്റെ വിജയമാണ്. കൊല്ലത്ത് BJP ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. പ്രഖ്യാപിച്ചാലും പ്രഖ്യാപിച്ചില്ലെങ്കിലും അവരുടെ വോട്ട് പ്രേമേന്ദ്രന് കിട്ടുന്നതിനേക്കാൾ കൂടുതലായിട്ട് മുകേഷിന് സ്വന്തം സ്ഥാനാർത്ഥി കിട്ടുന്നതിനേക്കാൾ കൂടുതലായിട്ട് തീർച്ചയായിട്ടും മുകേഷിന് കിട്ടാനാണ് സാധ്യത എന്നെനിക്ക് തോന്നുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.